എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. ഇവിടെ ടിക്കറ്റ് എടുത്ത് 25 രൂപയാണ് ടിക്കറ്റ്. ഗോൾക്കൊണ്ട കോട്ടയാണിത്. എന്തായാലും ഞാൻ അകത്തോട്ട് കയറി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാം. ഇന്ത്യയിലെ തെലങ്കാന സംസ്ഥാനത്ത് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണ് ഗോൽക്കൊണ്ട കോട്ട. പ്രതാപശാലികളായ കാകതീയ രാജവംശവും പിന്നീട് ഹൈദരാബാദ് ഭരിച്ചിരുന്ന കുത്ബി ഷാഹി രാജവംശവും ഇതിൻ്റെ ചരിത്രപ്രധാനമായി പങ്കുവഹിച്ചിട്ടുണ്ട്. 11-13 നൂറ്റാണ്ടുകളിൽ കാകതീയ രാജാവായിരുന്ന പ്രതാപരുദ്രനാണ് ഗോൽക്കൊണ്ട കുന്നിൻ മുകളിൽ ഒരു ചെറിയ മൺകോട്ടയായി നിർമ്മിച്ചത്. ഗൊല്ലകൊണ്ട എന്ന വാക്കിൽ നിന്നാണ് ഈ ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞത് ഇത് ഉണ്ടായത്. 14-ാം നൂറ്റാണ്ടിൽ ഈ കോട്ട ബ്രഹ്മനി സുൽത്താന്മാരുടെ അധീനതയിലാവുകയും പിന്നീട് കോട്ട വികസിപ്പിക്കുകയും ചെയ്തു. ഈ കോട്ട കൊള്ളാൻ നല്ല രസമുണ്ട്. ഇതിന്റെ അകത്തൊക്കെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്തോട്ട് ഫുള്ള് ഇവിടെ എല്ലാം പാറ വെച്ചിട്ടുള്ള ഇതാണ്. ഇതിന്റെ അകത്തൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. പില്ലറൊക്കെ ഫുള്ള് പാറ വെച്ചുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതിന്റെ അകത്ത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി കാണാൻ നല്ല രസമുണ്ട്. 1518 കുത്ബ ഷാഹി രാജവംശം സ്ഥാപിക്കുകയും ഗോൽക്കൊണ്ടയെ തൻ്റെ തലസ്ഥാനമാക്കുകയും ചെയ്തു. ഇന്ന് കാണുന്ന രീതിയിലെ കരിങ്കൽ കോട്ടയും കൊട്ടാരങ്ങൾക്ക് ചുറ്റുള്ള 7 വാതിലുകളും പണിയെടുപ്പിച്ച ഈ സമയത്താണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇവിടെ എത്തി ഒരു രക്ഷയില്ല. സിനിമയിൽ പോലും ഞാൻ ഇതേണൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. വീഡിയോ അല്ല, കാഴ്ചകൾ കണ്ടിട്ടില്ല. ഒരു പറയാൻ എന്താണെന്ന് എനിക്ക് വാക്കുകളൊന്നും ഇല്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും അങ്ങോട്ടൊക്കെ കാണാം. എന്തായാലും ഞാൻ സമയം ഇല്ലായിരുന്നു, ജോലിക്ക് പോണം. എങ്കിൽ കൂടി ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നി. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണിത്. ആ പണ്ട് കാലത്തൊരു അത്ഭുതപ്പെടുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ദർവാസയിലോട്ട് കയറുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ദർവാസ എന്നൊരു ബോർഡ് കണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ആ ബോർഡിൻ്റെ അകത്തോട്ട് കയറാൻ അവിടെ നമ്മൾ കൈ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അകത്ത്, അത് ഏറ്റവും മുകളിൽ ടോപ്പിൽ, അത് ഏറ്റവും താഴെ നിന്ന് കൈ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ ശത്രുക്കളൊക്കെ വരുമ്പം അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു സൂത്രമായിട്ട് അന്നത്തെ ആൾക്കാർ, ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്താണെന്ന് ആലോചിക്കണം, ഒരു 900 വർഷം മുമ്പ് ഇങ്ങനൊരു സംഭവം പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റിയത് തന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത്രയ്ക്ക് കിടിലമായിട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള എല്ലാം, അതായത് ഫുള്ള് പാറ വെച്ച് കെട്ടി പണിഞ്ഞാക്കുന്നത് എല്ലാം ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് കയറി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ റാപ്പിടെ ഓടി മുന്നിലോട്ട് പോകാൻ പറ്റുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊരു വവ്വാലിൻ്റെ കോട്ടയാണ് കേട്ടാ. ഡ്രാക്കുള കോട്ടയാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇപ്പോൾ താഴെ ഫുള്ള് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ഭയങ്കര നാറ്റം ഇവിടെ. എന്തായാലും ഞാൻ അകത്തോട്ട് കയറി. ഭയങ്കര സൗണ്ട്, വവ്വാലിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് അകത്ത് പറന്ന് കളിച്ച് കിടക്കണം. മുകളിലോട്ട് കഴിഞ്ഞാൽ വെട്ടം കാണുന്ന എല്ലാം വവ്വാലാണ്. ആ തിളങ്ങുന്നതെല്ലാം നക്ഷത്രം കണക്ക് തിളങ്ങുന്നുണ്ട, എല്ലാം വവ്വാലാണ്. രക്ഷയില്ല. സംഭവം സ്ഥലം സൂപ്പർ തന്നെ, കിടിലം തന്നെ. ഒരു രക്ഷയില്ല. ഇതിന്റെ അകത്ത് ഫുള്ള് വവ്വാലാണ്. ഞാൻ എന്തായാലും അകത്തോട്ട് കയറി നോക്കി, പക്ഷെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഭാഗം കാണാൻ കിടിലം തന്നെ കേട്ടോ. അതിന്റെ അകത്തോട്ട് ഇപ്പൊ അവിടെ ആൾ വന്നിട്ട് അകത്തോട്ട് കയറില്ലെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ. സ്ഥലം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അകത്തോട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വഴികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്തോട്ട് ഒരു ചെറിയ തുരങ്കം പോലെ ഉണ്ട്. പിന്നെ അകത്തോട്ട് കയറി നോക്കാന്ന് വെച്ചു. അങ്ങോട്ട് അലൗഡല്ല, അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആള് സെക്യൂരിറ്റി കൊണ്ട് മാറുന്ന സമയത്ത് ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ്. അകത്തോട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമോ എന്നറിയത്തില്ല. പാറ വെച്ച് കെട്ടിയേക്കുന്ന ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടെ രാജാക്കന്മാരൊക്കെ രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വഴികളൊക്കെ ഉണ്ട്. പല പല വഴികളുണ്ട്, പല പല കെണികളും അതിൻ്റെ അകത്ത് കാണും. എന്തായാലും അകത്തോട്ട് കയറിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട്, അവിടെ ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് കിട്ടിയ വീഡിയോ ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളും വന്ന് കണ്ട ഫുള്ള് പാറ വെച്ചാണ് കിട്ടിയേക്കുന്നത്. ഫുള്ള് പാറയ്ക്ക് മുകളിൽ കുമ്മായമാണ്, മണ്ണാന്ത വെച്ച് തേച്ചാക്കുവാണ്. ഫുള്ള് പാറയാണ്, എല്ലാം ഫുള്ള് പാറ അടിക്കാൻ കെട്ടിയേക്കുന്നത്. അതൊരു നിങ്ങൾ വന്ന് കാണും. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതരം ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വന്ന് കണ്ടാലും നിങ്ങൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നേരിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് ഇരുട്ടാണ്. അകത്തോട്ടൊക്കെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറിയില്ല. ഇപ്പം പരിമിതമായ സ്ഥലത്ത് കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഇവിടെയും എന്തോ അടച്ചു വെച്ചാൽ ഫ്ലാഷ് ഇട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ അത് ഇതുവഴിയൊക്കെ ഓരോ വഴികൾ തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ അടച്ചൊക്കെ വെച്ചേക്കുവാണ്. എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണിച്ചത് ഇവിടെ മണ്ണും പാറയും ഫുള്ള് പാറ വെച്ചുണ്ടാക്കിയതാണ്. മണ്ണ് കണ്ട് ഇളകി പോയി. തന്റെ മണ്ണോ കുമ്മായോ അങ്ങനെ തന്നെയാണ്.
ഫുള്ള് പാറയാണ്, മുകളിലെല്ലാം പാറ വെച്ച് അടുക്കി അടുക്കി വെച്ചേക്കുവാണ്. ആ ബിൽഡിംഗ് ഫുള്ള് പാറ വെച്ചാണ് കെട്ടിക്കുന്നത്. ഈ കോട്ട ഫുള്ള് പാറ വെച്ചാണ് പണിഞ്ഞേക്കുന്നത്. ഒരു രക്ഷയില്ല ഈ സ്ഥലം കാണാൻ. നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഒരുപാട് ദൂരമൊന്നുമില്ലേ, അപ്പൊ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒരു 2 ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റി ഇവിടെ വന്ന് എല്ലാം കണ്ട് സെറ്റായിട്ട് പോവാം. ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന്. കുറച്ച് സ്റ്റെപ്പുകൾ കണ്ട് മുകളിലോട്ട് പോകാനുള്ള കോട്ടയുടെ മുകളിലോട്ട് പോകാനുള്ള വഴിയാണ്. ഇവിടെ ഒരു തുരങ്കം പോലെ എന്തോ കാണുന്നു. അങ്ങോട്ട് മണ്ണ് മൂടി കിടക്കുവാണ്. അപ്പം ഒരുപാട് എല്ലാം പാറകൾ തന്നെ, പടികളാണെങ്കിലും സൈഡിലെ ഭിത്തികളാണെങ്കിലും എല്ലാം പാറ വെച്ച് തന്നെ കെട്ടിയത്. ഫുള്ള് പാറ അടുക്കി അടുക്കി കെട്ടിയേക്കാണ്. ഇത്രയും നമ്മുടെ ഇപ്പൊ ഒരു കാലത്ത് തന്നെ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് തന്നെ ഇത്രയും വലിയൊരു കോട്ട കെട്ടിയെടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് അതൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി ഇത്രയും വലിയൊരു കോട്ട കെട്ടിയെടുത്തത് എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാം. ഇതിന്റെ അകത്തോട്ട് ഒരു തുരങ്കം, അകത്തോട്ട് ഞാൻ ഫ്ലാഷ് ഇട്ടാണ് എടുക്കുന്നത്. അതെല്ലാം ഇരുട്ടാണ്, ഫ്ലാഷ് ഇട്ട് ഞാൻ അത്രേ കാണത്തുള്ളൂ. അങ്ങനെ എടുത്തേന്. നോക്കിയതൊരു എന്ത് ഭംഗിയാ നോക്കിയത് കാണാൻ. ഇത് വന്ന് കണ്ടത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഇങ്ങനൊരു കോട്ട കണ്ടത്. പക്ഷെ ഒരു ഒരുപാട് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. 500 കൊല്ലം പഴക്കമായില്ലേ, അപ്പൊ കുറച്ചൊക്കെ കേടുപാടുകളൊക്കെ പറ്റണം. എങ്കിലും ഇത്രയും നാളെ നിന്നില്ലേ. നമ്മളൊക്കെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെ 15 കൊല്ലം കഴിയുമ്പോൾ പൊട്ടി തുടങ്ങും. അപ്പൊ ഇങ്ങോട്ടൊക്കെ കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ തുടങ്ങും. അവിടെ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് അലോടല്ല പാമ്പും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അങ്ങോട്ട് ഇറങ്ങിയില്ല. വേണ്ട, ഇവിടെ നിന്ന് ഞാൻ ഒരു മുകളിലെത്തിയപ്പോൾ അതുകൊണ്ട് താഴോട്ട് കാണുന്ന വ്യൂ ആണ്. അപ്പൊ അവിടെയൊക്കെ ഉണ്ട്, അത് പണ്ട് വെച്ചേക്കുന്ന വെള്ളം ഇങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ സെന്ററിലെ വെള്ളം ഇങ്ങനെ വീഴുന്നതൊക്കെയുള്ള. അന്ന് അതൊക്കെ എങ്ങനെ മോട്ടറൊന്നും ഇല്ലാതെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇതൊന്നും കണ്ട ഒരു കോട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സംഭവമാണെന്നൊക്കെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന് അറിയുന്നതിൽ എനിക്കൊരു അഭിമാനം തന്നെ ഉണ്ട്. അപ്പൊ അത് എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ പോവാൻ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടാ. ഈ ഹൈദരാബാദ് വന്നതിന് ശേഷം പല പല വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ബാംഗ്ലൂരാണ് ഏറ്റവും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഹൈദരാബാദാണ് ഏറ്റവും വലിയ സിറ്റി എന്ന്, ബാംഗ്ലൂരിനെക്കാട്ട് ഏറ്റവും വലിയ സിറ്റി ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കണ്ടപ്പോൾ. ഇവിടെ നിന്ന് ഈ കോട്ട കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഇത്. അന്ന് ആൾക്കാർ ഇത്രയും വലിയൊരു ഇത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് എഞ്ചിനീയർമാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ കൂടി അവർക്ക് പോലും പറ്റാത്തൊരു കാര്യം അന്നത്തെ കാലത്ത് ഇത് ഉണ്ടാക്കി എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ മുകളില് കൊട്ടാരമുണ്ട്. അപ്പൊ കൊട്ടാരത്തിലേക്ക് പോകണം. കൊട്ടാരത്തിലേക്ക് പോകണമെങ്കിൽ ഇനി ഒരുപാട് കടമ്പകളുണ്ട്. ഇങ്ങനെ കടന്ന് വേണം പോവാൻ. ഇവിടെ എല്ലാം പടയാളികൾ കാവൽ നിന്നിട്ടുള്ള സ്ഥലമായിരിക്കും. അതുകൊണ്ട് എത്രയും ദൂരമുണ്ട്. അതുവഴി ഒരു സ്റ്റെപ്പ് കാണുന്നു. അപ്പൊ അതുവഴി പോകാൻ പറ്റുന്നു. അതിലെ ആൾക്കാരൊന്നും പോണത് കാണുന്നില്ല. വേറെ ഇപ്പുറ സൈഡിലൂടെ വല സൈഡിലൂടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ ആയിരിക്കും ആൾക്കാർ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അവിടേക്ക് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ സൈഡിലൊക്കെ കാണുന്നു. അങ്ങോട്ടേക്ക് അലൗഡല്ല. എന്തായാലും ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. ഇവിടെ സ്മെല്ലുണ്ട് കേട്ടോ, നല്ല എഴുതി. മറ്റേ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങ് ഉള്ളിലോട്ടൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്തോട്ടൊക്കെ ഈ തുരങ്കങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടേക്ക് ഒരുപാട് വവ്വാല് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ സ്മെല്ലാണ്. ഇവിടെ ഒക്കെ ഒരുവിധമൊക്കെ നശിച്ച് പോവാറായി, എങ്കിലും അത് ഉള്ളത് ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും മുന്നിലോട്ട് പോയി നോക്കാം. ഇത് കുറച്ചധികം നടക്കാണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. സ്റ്റെപ്പൊന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് കറങ്ങി കാഴ്ച കാണാന്ന് വെച്ച് ഞാൻ താട്ടിറങ്ങി പൊട്ടിച്ചൊരു കുളങ്ങളൊക്കെ, അവിടെ ആൾക്കാർ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് വേസ്റ്റാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് അത് എങ്ങനെ ആ കുപ്പിയെ കൊണ്ട് നിടാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സ്ഥലം കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഫീല്, അത് നശിപ്പിക്കാൻ നമുക്ക് തോന്നൂല, അത്രയ്ക്കൊരു ഫീൽ. ഇവിടത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഇത് ദർബാർ ഹാളിലോട്ട് പോണ വഴി. ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് വരെ മുകളിൽ വരെ ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റും, ആ രാജാവിന് അത് കേൾക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ടെക്നോളജി ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും അന്ന് ജീവിച്ചിട്ടുള്ളതെന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ പോലെയുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഐഡിയാസ്, അത് ഒരു ജീനിയസ് ആണത്. അത് ഒരു പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വാക്കുകളില്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. എന്തായാലും പണ്ടത്തെ എല്ലാ നിർമ്മാണങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. ഇതൊരു 900 വർഷം പഴക്കമുള്ളൊരു ഇതാണ്. എന്നിട്ടും കേടുപാടുകൾ ഉണ്ടെങ്കിൽ കൂടി പരിമിതമായ കേടുപാടുകൾ മാത്രമേ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെ. അതിൻ്റെ മുകളിൽ നിന്ന് ഓവ് വെള്ളം വീണ് നേരെ ഇവിടെ വരുന്നു, അവിടെ നിന്ന് ഒലിച്ച് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകണു. അതുവഴി നേരെ ഇവിടെ ഇതുവഴി വെള്ളം ഒലിച്ച് പോകണം, മുകളിലത്തെ വെള്ളം കെട്ടി നിൽക്കാതെ. ഇതൊക്കെ ഉള്ള വഴികളാണ്. പണ്ട് ഒരു കാലത്ത് അതിലേക്ക് വജ്രങ്ങൾ, ഇവിടെ കൂടുതലും വജ്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ഇതാക്കിയിരുന്നത്.
ലോകപ്രസിദ്ധമായ കോഹിന്നൂർ വജ്രമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അമൂല്യ രത്നങ്ങൾ, ഖനനം ചെയ്ത ഖനികൾ ഗോൽക്കൊണ്ടയ്ക്ക് സമീപമായിരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രത്നവ്യാപാരികൾ ഒത്തുകൂടിയിരുന്നൊരു സ്ഥലമാണ് ഈ ഗോൽക്കൊണ്ട കോട്ട. അതുകൊണ്ട് തന്നെ അതിപ്രശസ്തമായൊരു കോട്ട തന്നെയാണ്. ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ട്. അതായത് ഞാൻ ഈ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്കൊരു പുതുമ തന്നെയായിരുന്നു. ഇത് എൻ്റെ ആ ഒരു നിർമ്മിതി കണ്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെയോ എത്തിപ്പെട്ടു. അപ്പോൾ എന്തായാലും കാണും. അന്ന് ആ രാജാവ് അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു കാഴ്ച അത് കാണാൻ പറ്റാത്തതിൽ ചെറിയ വിഷമമുണ്ട് കേട്ടാ. ഇത് തന്നെ എനിക്ക് കണ്ടിട്ട് ഒരു രക്ഷയില്ലെന്ന്. ഞാൻ അത്രയ്ക്ക് സുന്ദരമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു സ്വിമ്മിംഗ് പൂൾ കണക്ക് തോന്നി കേട്ടാ. ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. അതിൻ്റെ അത് കുളിക്കുകയൊക്കെ ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്ന് അതും എനിക്ക് അറിയാൻ വയ്യ. വെള്ളം വന്ന് വീഴുന്ന കണക്കിരിക്കുന്നു. ആ സൈഡിൽ കൂടെ പടിയുണ്ട്. അതിൽ കൂടെ പടി വഴി ഇറങ്ങി ഇതിലേ കൂടെ കയറി ഡോറാണ്. ഇതിലേ കൂടെയും മുകളിൽ ചവിട്ടി കയറാം. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഇപ്പോഴത്തെ കുറച്ച് മുകളിലെത്തി താഴോട്ടേക്കുള്ള വ്യൂ ആണ്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, അങ്ങേ അറ്റത്തു നിന്നാണ് വരുന്നത്. ഇവിടെ കണ്ട ആ കോട്ടകളെല്ലാം കയറി വരുവാണ്. ഈ കോട്ട കണ്ട ഇവിടെ എല്ലാം ഒരു കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലാവുന്നില്ല ഒരു ഭംഗി. പക്ഷേ ഈ വീഡിയോ അല്ല, നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലേ കണ്ണും തള്ളി നിന്ന് പോകുന്നു പറയത്തില്ലേ, അതിരി കാഴ്ചയാണ് ഇവിടെ. ഓരോ ഇതും കാണുമ്പോണ്ടല്ലേ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് ഉള്ളിൽ വരും. അത് തന്നെയാണ് ഇത്. ഞാൻ എന്തായാലും ഇതെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ്. അത്രയ്ക്ക് രസമാണ്, ഒരു രക്ഷയില്ലാത്തത്. ഞാൻ വെച്ചാൽ ജോലിക്ക് സാധാരണ ഒരു സ്ഥലത്ത് ഞാൻ പോയി വീഡിയോ എടുക്കാതെ കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്പോഴേ ഓടും ജോലിക്ക്. എന്നുവെച്ചാൽ വണ്ടി ഓടണമെന്നുള്ളൊരു ചിന്ത. മുന്നോട്ട് പോകണമെങ്കിൽ ആ റാപ്പിഡ് ഓടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ അതെല്ലാം മറന്നു. ഈ വീഡിയോയിൽ ഞാൻ ലയിച്ചു പോയെന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ വേണ്ടി ലയിച്ചു വന്നിട്ട് ആ സ്ഥലം കണ്ട് ഞാൻ ലയിച്ചു പോയി. അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലം തന്നെയാണ്. നിങ്ങൾ വന്നാൽ ഇത് തന്നെ പറയും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായും തുറന്ന് നിന്ന് പോകും. അതിരി കാഴ്ചയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കഴിവ് തന്നെയാണ്. അത് ഉണ്ടാക്കിയ ആളുടെ കഴിവ് തന്നെയാണ്. ഇത് നിർമ്മിച്ച ആളുടെ കഴിവ് തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതിൻ്റെ അവിടെയും വാതിലവിടെ ഗേറ്റ് വെച്ചൊക്കെ അടച്ച് അങ്ങോട്ടും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് സൈഡ് വഴി ഇങ്ങനെ നടന്നു പോവാം. ഇതുവരെ ഇത്രയും ദൂരം നടന്നിട്ടും ഞാൻ ഇതുവരെ കോട്ട എത്തിയില്ല. ഈ കാഴ്ചകൾ, ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ താഴോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് ഓരോരുത്തരൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പം സമയം അടുക്കാറായി. മുകളിൽ നിന്ന് വിസിലടിയൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് പോവാം. കൊട്ടാരത്തിൽ പോയി കൊട്ടാരമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്ന് ബാക്കി വ്യൂ ഒക്കെ കണ്ടു വരാം. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിനകത്ത് വെച്ച് അവിടെ ഇതായിപ്പോയല്ല. അപ്പം സ്റ്റെപ്പുകൾ കണ്ടേ, ഓരോ സ്റ്റെപ്പുകൾ പാറ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ കയറി വേണം പോവാൻ. എല്ലാം പാറ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാണ്. കുറച്ച് മുകളിലെത്തി. ഏറെക്കുറെ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇത് കൊട്ടാരമല്ല, ഇതുമല്ല. ഇവിടെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല കേട്ടോ. ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് അപ്പുറത്തെ സൈഡിലാണ് കൊട്ടാരം. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റൂല. അങ്ങോട്ടേക്ക് അലൗഡല്ല. അപ്പോൾ അലൗഡ് ആയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് എത്തിയത്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ആ ഒരു സൈഡിലെ വഴി അടച്ചിട്ടില്ലേ, അതുവഴിയാണ് കൊട്ടാരത്തിലേക്ക് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയൊരു ഇതല്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷ കൊട്ടാരം കാണാൻ പറ്റും, അങ്ങനെ ഒരു കാഴ്ച ദൂരം നിന്ന് കണ്ടതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇത്രയും വന്നത്. പക്ഷേ അത് കണ്ടില്ല എന്ന് വെച്ചാൽ ഞാൻ അത് ദൂരം നിന്ന് കണ്ടു എന്നുള്ളൊരു സംതൃപ്തി എനിക്കുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ സുന്ദരം വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് വീഡിയോയിൽ പറഞ്ഞതിനെ കൊണ്ട് മനസ്സിലാവില്ല. ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കും. അത്രയ്ക്ക് സുന്ദരമായിട്ടൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഹൈദരാബാദ് ഫുള്ള് കാണാം. അപ്പോൾ അന്നത്തെ സമയത്ത് ശത്രുക്കളൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നത് ഇങ്ങനെ കണ്ട് അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാം, ഫുള്ള് കാണാം. രാജാവിന് ഇവിടെയൊക്കെ വന്ന് നിന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ സ്വന്തം നാട് ഫുള്ള് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യൂ തന്നെയല്ലേ. ഒരു രക്ഷയില്ല. ഇത് ഞാൻ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണ്, അടിപൊളി എന്ന് പറയാം. ഞാൻ അതുവഴിയാണ് വന്നത്. ആ ഫസ്റ്റ് കണ്ട ഒരു റോഡ് കണ്ടില്ലേ, ഞാൻ അതുവഴിയാണ് കയറി വന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ. ഇവിടെ താഴെ നോക്കാത്തേക്ക് എന്ത് രസമല്ലേ. ഞാനിപ്പോൾ നടന്നു വന്ന ഇത്രയും പൊക്കത്ത് ഞാൻ കയറി വന്നു. ഇപ്പം ഇറങ്ങി പോവാണ്. ഇപ്പം ഇതാണ് ഇറങ്ങി പോണ സ്റ്റെപ്പ്. എല്ലാവരും പോയി. ഇപ്പം വിസിലടിച്ച് എല്ലാവരും പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാണ്. താഴോട്ട് ചെന്ന് കഴിഞ്ഞാലും അടുത്തൊരു ഇത് കണക്കാണ്. അപ്പം ഒരു ഇത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്. അപ്പോൾ അവിടെ ഇട സൈഡിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇവിടെയും അത് വെച്ച് അടച്ചാക്കുവാണ്. എന്താണ് സംഭവം അറിയത്തില്ല. ഞാൻ നടന്നു പോയി അങ്ങോട്ട് പോയി നോക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് എന്താ ഒരു സ്റ്റെപ്പ് കണക്കെ കണ്ട്. അപ്പോൾ അത് എന്താ പോയി നോക്കാമെന്ന് വെച്ച് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും ഞാൻ
ആ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരു വഴി അതുവഴിയുണ്ട്. അതിപ്പോൾ താഴോട്ടിറങ്ങിയപ്പോൾ വേറെ വഴിയുണ്ട്. അതൊക്കെ വഴിയൊക്കെ അടച്ചു വെച്ചേക്കുവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മളെ പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണ്ടാന്ന് ചോദിച്ചു. അവിടേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പണ്ടത്തെ ഇതില്ലേ, ഓരോ ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കട്ടെന്ന് വിചാരിച്ച്. സിംഹത്തിന്റെ മടയിലോട്ട് ചെന്ന് കയറണ്ടല്ലോ എന്ന് കരുതി അങ്ങോട്ടേക്ക് പോയില്ല. തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങുവാണ്. ഒരു ഇതിപ്പോൾ താഴോട്ടിറങ്ങുമ്പോഴും ക്ഷീണമുണ്ട്. ഇത്രയും ദൂരം നടന്ന് കയറിയതിന്റെ ക്ഷീണമുണ്ട്. എങ്കിൽ കൂടി ഉണ്ടല്ലേ അതൊന്നൊരു ഇതല്ല. ഇത് കണ്ടു പോകുമ്പോൾ കണ്ണിന് നമുക്ക് കുളിർമയുള്ള കാഴ്ചകളാവാത്തേക്കും ആ ക്ഷീണമൊന്നും നമ്മളെ ഇത് കാലിനെ ബാധിക്കൂല എന്ന് പറയുന്ന കണക്ക്. ഇതാണ് കേട്ടോ മുകളിലോട്ട് കണ്ട പടികൾ കണ്ട സ്റ്റെപ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പം എന്തായാലും ഇവിടം വരെ എത്താൻ പറ്റിയത് തന്നെ വളരെ സന്തോഷം. കൊട്ടാരത്തിലൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് വിട്ടില്ല എന്നാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങോട്ട് വഴികളൊക്കെ അടച്ചാക്കുവാണ്. ഇതിപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ ഈ ഒരു കുളം കണ്ട്. കുളത്തിന്റെ അവിടെ ഒരു പച്ചപ്പാണ് ഇരിക്കുന്നത്. അപ്പം ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് ആദ്യമേ വിചാരിച്ചു. പക്ഷേ സൈഡിൽ കൂടെ ഒക്കെ ഒരു സ്റ്റെപ്പ് കണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കി താഴോട്ടേക്ക് ഇറങ്ങി. താഴോട്ടിറങ്ങിയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലാം. ഇതിന് ചെറിയൊരു ഇത് ഇവിടെ കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാറ ഒരു പാറ സൈഡിലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോഴല്ല, ഇത് മുമ്പ് നല്ല രസം വരുന്നതാണ്. ഇപ്പോൾ ഫുള്ള് പായലൊക്കെ പിടിച്ച് അഴുക്ക് കയറി കിടക്കുവാണ്. പക്ഷേ മുമ്പ് ഇതൊന്നും അല്ലായിരുന്നു. ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്കത് കാണാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് ആ പഴയ ആ ഒരു ഇത് കാണണമെന്ന് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെയും അകത്തോട്ടൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഒരുപാടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഇതൊക്കെ ഇവിടെ ഒരു കുളം കണക്കുണ്ട്. ഇതൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇത് കണ്ട് ഇവിടെയൊക്കെ ഒരു പൂന്തോട്ടം കണക്കായിരുന്നെന്ന് തോന്നുന്നു പണ്ട്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. നിരത്തിയിട്ടാക്കുന്ന ഒരു വെള്ളം കെട്ടിക്കുന്നത് സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ്ട് ഇവിടെ അത് കണക്കുണ്ട്. മുകളിൽ നിന്ന് ആ പാറയിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. പാറയിലല്ലേ ഇവിടെ ഇത് കെട്ടിയാക്കുന്നത്, കോട്ട കെട്ടിയാക്കുന്നത്. അതിൽ നിന്ന് വെള്ളം വീണ് അത് സംഭരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നി. ഇതൊരു കണ്ടപ്പോൾ ഒരു പേടി കണക്ക് തോന്നി. അപ്പം ഇതിന്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാമെന്ന് വെച്ച് അകത്ത് കയറിയപ്പോഴേക്കും ഇത് എന്താണ്, അപ്പോൾ ഇവിടം വരെ ഉള്ള ഇതിന്റെ അകത്തോട്ട് എന്തൊക്കെയുണ്ട് അവിടെ കെട്ടി അടച്ച് വെച്ചേക്കുന്നു. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സിനിമയിലൊക്കെ പണ്ടുള്ള സിനിമകളിലൊക്കെ കാണാൻ പറ്റുമല്ലോ, അതുപോലെ ഒരു ഫീൽ. ഇങ്ങനെ ഞാനിപ്പോ ഒരു രാജ കൊട്ടാരത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ ഇത്തിരി ഇരുട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ സൈഡിലൊക്കെ തീയൊക്കെ കത്തിച്ച് വെച്ചേക്കും, ഒരു വെട്ടമൊക്കെ കാണുമല്ലോ. ഈ ഇരുട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീല്. തല തട്ടത്തില്ല, എൻ്റെയും കാട്ടി പൊക്കം അതിനുണ്ട്. വീടിൽ പൊക്കം കുറവായിട്ട് തോന്നുന്നെങ്കിൽ അത് പൊക്കമുണ്ട്. ഇങ്ങനെ നടന്നങ്ങ് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇത് എന്താണിത് എന്നെനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. ഇത് നടന്ന് അങ്ങേ അറ്റം വരെ പോകേണ്ടി വരും. ഇത് ലാസ്റ്റ് എൻ്റെ എത്തി. ഇപ്പോൾ ഇതാ ഞാൻ പുറത്തിറങ്ങി അവിടെ നടക്കുന്ന ഒരുപാട്. ഇവിടെയും അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് അവർ കാണാതെ വീഡിയോ എടുത്തതാണ്. ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഇരുട്ടാണ്. അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല. അവിടേക്ക് ഒരുപാട് വാതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരു സംഭവം തന്നെ കേട്ടോ. ഈ വാതിലിപ്പം നമ്മുടെ ആർക്കും തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. ആ വാതിലൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വെളിയിലുള്ള ഒരു കാഴ്ച. അത് വെളിയിലോട്ട് ഇറങ്ങി ഞാൻ എക്സിറ്റിനോട് എത്തി. ഇതാണ് ആ വാതില്. പണ്ടത്തെ ആ കോട്ട വാതില്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വാതിലാണ്. പക്ഷെ ആ വാതില് ഇപ്പം നമ്മളൊരു 10 പേര് വിചാരിച്ചാൽ പോലും ഒന്ന് അനങ്ങത്ത പോലുമില്ല. അന്നൊക്കെ അത് ഈ രാജാവ് വരുമ്പോൾ മാത്രം തുറക്കുന്നത്. കിളിവാതിലാണ്, ഒരു കുഞ്ഞൊരു വാതിലാണെന്നുണ്ടാ. പണ്ട് അതിലൂടെയാണ് ബാക്കിയുള്ള എല്ലാം പൊക്കോണ്ടത്. രാജാവ് വരുമ്പോൾ മാത്രം 2 വാതിലും തുറക്കും. അത് എത്ര പേര് ചേർന്ന് തുറക്കുന്ന പോലും അറിയത്തില്ല. ഇതായിരുന്നു ഈ കോട്ടയുടെ മാപ്പ്. ഇത്രയും വലിയൊരു ഏരിയയിൽ ഇത്രയും വലിയൊരു സംഭവം അന്ന് കെട്ടിയെടുത്തതിനെ സമ്മതിക്കണം. ഇതാണ് രാത്രിയിലത്തെ വ്യൂ.